ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറന്നേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ബിജെപിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വം. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കേന്ദ്ര നേതൃത്വത്തിലെ പ്രമുഖരെ അവതരിപ്പിക്കാനാണ് ബിജെപിയുടെ പദ്ധതി. കോൺഗ്രസ് എം പി ശശി തരൂരിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ ഇറക്കിയേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ നിർമ്മല സീതാരാമനെ കർണാടകയിലെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബിജെപി നീക്കം. തിരുവനന്തപുരത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ രാജ്യസഭാംഗങ്ങളായ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനുമാണ് നേരത്തെ ഇടം പിടിച്ചത്. ഇതിൽ വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തിരുവനന്തപുരത്ത് മോദിയെ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖറിന് വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ബിജെപി കേന്ദ്ര നേതൃത്വം എ ക്ലാസ് മണ്ഡലമായി കാണുന്ന തിരുവനന്തപുരത്തേക്ക് നരേന്ദ്രമോദി ഒരു ബിഗ് സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ആഗോള പൗരനായ ശശി തരൂരിനോട് മുട്ടേണ്ടത് മറ്റൊരു ആഗോള പൗരൻ തന്നെയാകണം എന്നൊരു ചിന്ത ഉടലെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയതന്ത്രങ്ങൾക്ക് ചാണക്യ ബുദ്ധിയേകുന്ന വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാകും തിരുവനന്തപുരത്തേക്ക് അവസാന നിമിഷം പറന്നിറങ്ങുക എന്ന സൂചനയുണ്ട്. മോദിയെ ലോക നേതാവായി അവതരിപ്പിക്കുന്നതിലും പ്രതിഷ്ഠിക്കുന്നതിലും ജയശങ്കർ വഹിച്ച പങ്ക് വലുതാണ്. മോദി പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനമായ 2015 ജനുവരി 26-ന് US പ്രസിഡന്റ് ബരാക് ഒബാമയെ വിശിഷ്ടാതിഥിയായി കൊണ്ടുവന്നത് അന്ന് US അംബാസഡറായിരുന്ന ജയശങ്കറിന്റെ നയതന്ത്ര നൈപുണ്യമായിരുന്നു. കളമറിഞ്ഞ് കളിക്കാനറിയുന്ന ജയശങ്കർ അതോടെ മോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി. റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത ഏക US പ്രസിഡന്റാണ് ഒബാമ. നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ 2005-ൽ വിസ നിരോധനം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ പ്രസിഡന്റിനെ തന്നെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുപ്പിച്ച് മോദി ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തി. 2019-ൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറിനെ സുഷമ സ്വരാജിന്റെ പിൻഗാമിയായി വിദേശകാര്യ മന്ത്രിയാക്കിയത് മോദിയുടെ അപ്രതീക്ഷിത നീക്കമായിരുന്നു. മോദിയുടെ വിദേശ നയം കൈകാര്യം ചെയ്ത ജയശങ്കർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോകത്തെ ഏറ്റവും കരുത്തനായ നേതാവായി വികാസ് പുരുഷനായി ചിത്രീകരിക്കാൻ വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. 2019-ൽ പത്മശ്രീ ബഹുമതി നൽകിയാണ് മോദി ജയശങ്കറിനെ ആദരിച്ചത്. ലാളിത്യ മുഖമുദ്രയാക്കിയ എസ് ജയശങ്കർ മൂർച്ചയേറിയ വാക്കുകളിലൂടെ എതിരാളികൾക്ക് മറുപടി നൽകാറുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛയെ തകർക്കാനുള്ള ശ്രമങ്ങളെയാണ് പ്രധാനമായും ജയശങ്കർ നേരിട്ടത്. കേരളത്തിലെത്തിയപ്പോൾ കഴക്കൂട്ടം മേൽപ്പാലം കാണാൻ പോയപ്പോഴെടുത്ത ചിത്രം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ബിജെപിയുടെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധമേകാൻ വന്ന ജയശങ്കർ വിദേശകാര്യങ്ങൾ മറന്ന് പാലത്തിന് മുകളിൽ കയറി നിൽക്കുകയാണോ എന്നായിരുന്നു പിണറായിയുടെ പരിഹാസം. ലോകം മുഴുവൻ മോദിയുടെ പ്രതിച്ഛായയ്ക്ക് കരുത്തു പകർന്ന ജയശങ്കറിന്റെ തന്ത്രജ്ഞതയെക്കുറിച്ച് കേരള മുഖ്യമന്ത്രിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് പാലത്തിൽ കയറി നോക്കിയപ്പോൾ തന്നെ രാഷ്ട്രീയ ആക്രമണം നടത്തിയത്. ശശി തരൂരിനെ നേരിടാൻ ജയശങ്കർ എത്തിയാൽ അത് മോദി ഗ്യാരണ്ടിയുടെ ഏറ്റവും വലിയ പ്രചാരമാകുമെന്നും ബിജെപി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാർ കണക്കുകൂട്ടുന്നു.